നമ്മോട് സംസാരിക്കാനായി വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഒരു കാര്യം കൂടെ പറയാം, അനീഷ് സാർ നമ്മുടെ ഒരു പേരന്റ് കൂടിയാണ്, മോൻ ലോക്നാഥ് അനീഷ്. നമ്മളെക്കാളേറെ പ്രായമുള്ളൊരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെക്കാളേറെ പ്രായമുള്ളൊരു സ്ഥാപനമാണ് കൈരളി നഴ്സറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മേഖലയിൽ 49 വർഷം തന്നെ ഒരു വ്യക്തി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൊച്ചമ്മയുടെ പ്രായം ഞാൻ മനസ്സിലാക്കി 79 വയസ്സാണ്. പുതുപ്പള്ളിയിലെ ലേഡി മമ്മൂട്ടിയാണ്. കാണാൻ ഇവിടെയുള്ള രാഷ്ട്രീയ കലാ സാംസ്കാരിക നേതൃത്വത്തിലുള്ള വ്യക്തികളോടൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സാധ്യമെങ്കിൽ നമുക്ക് ഈ കൊച്ചമ്മയ്ക്ക്, മേഴ്സി കൊച്ചമ്മയ്ക്ക് ഒരു അവാർഡ് മേടിച്ചു കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, 49 വർഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് മാതൃകയാക്കിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു സിനിമയിൽ അഭിനയിച്ച നടനും 2 റീല് വഴി വൈറലായവർക്ക് നമ്മൾ ആദരവ് നൽകുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരം ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ നൽകാവുന്നൊരു അവാർഡുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ, ഒരുപക്ഷെ 1 വർഷം 2 വർഷമായിരിക്കും, പക്ഷെ കഴിഞ്ഞ 49 കൊല്ലമേ, കൊച്ചമ്മ ഒന്ന് ഇങ്ങ് സ്റ്റേജിലോട്ട് വന്നു, ഇവിടെ വന്നേ, ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം എഴുന്നേറ്റ് വന്നൊരു ഗംഭീരമായ കൈയടി നമുക്ക് കൊച്ചമ്മ. ഇത്രയും കുട്ടികളെ ജീവിതത്തിലേക്ക് ദർശനം നൽകി നയിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൊച്ചമ്മ ഒരു വാക്കുകൂടെ ചേർത്തു, ഇവിടെ പഠിച്ചില്ലെങ്കിൽ ഒരു കുട്ടി പോലും വഴി തെറ്റി പോയിട്ടില്ല എന്നുള്ളത്. അത് വലിയൊരു മാതൃക, ഗംഭീര കൈയടി കൊടുത്തതുകൊണ്ട് നന്ദി കൊച്ചമ്മേ. ദൈവം നൽകിയ ജീവിതത്തിലുള്ള ഇത്രയും അധികം മക്കളെ, ഞങ്ങളുടെ മക്കളടക്കമുള്ളവരെ സ്വാധീനിച്ചതിന് താങ്ക് യു. ഇനി എനിക്കൊരു പരാതി പറയാനുണ്ട്. വേറൊന്നുമല്ല, കൊച്ചമ്മ ഇവിടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും ഒരിക്കൽ പോലും ആൾക്കാർ കൈയടിക്കുന്നത് ഞാൻ കണ്ടില്ല. അവസാനം നിർത്തി കഴിഞ്ഞപ്പോൾ ഉള്ള കയ്യടിയാണ്. ഈ നിർത്തുമ്പോൾ ഉള്ള കയ്യടി അത്ര സുഖമുള്ള കയ്യടിയല്ല, നിർത്തിയല്ലോ എന്നോർത്തിട്ടുള്ള കയ്യടിയാണ്. അതുകൊണ്ട് അത് വേറെ ഒന്നുമല്ല, എനിക്കറിയാം ഇവിടെ ഞാനൊരു രക്ഷകർത്താവാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയാകും, മൊത്തം ടെൻഷനാണ്, എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത്. അവൻ വരുമ്പോൾ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ, അച്ഛൻ അയച്ചു കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറേ ചിന്തയിലൂടെ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, പലരുടെയും മുഖത്ത് ഭയങ്കര ബലം പിടുത്തം. ഈ പിള്ളേരെ സ്കൂളിൽ വന്നിട്ട് പോലും എക്സാം PSC ടെസ്റ്റ് എഴുതാൻ നിൽക്കുന്ന പോലെ ഫീലാണ്. അപ്പോൾ ഒരൊറ്റ കാര്യം ചെയ്തേക്കുക, തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കുക, നിങ്ങളുടെ ചിരിയാണോ അവരുടെ മുഖത്തെ ചിരിയാണോ കൂടുതൽ നല്ലതെന്ന് നോക്കുക. പെട്ടെന്ന് തല ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചാൽ നല്ല മുഖങ്ങൾ കാണാം. ഒന്ന് തിരിച്ച്, കഴുത്ത് തിരിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ തിരിക്കാൻ വേണ്ടി മൈലെണ്ണ മേടിച്ചു തരാം, അതേ മാർഗമുള്ളൂ. ഓക്കെ, തിരിച്ച് ഒന്ന് കഴുത്ത് അങ്ങോട്ടും കഴുത്ത് ഇങ്ങോട്ടും ചിരിച്ചിട്ടൊന്ന് ചിരിച്ച് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ. ഹാവ് എ നൈസ് ഡേ പറഞ്ഞ, ഒരു നല്ല ദിനം നേരുന്നു പറഞ്ഞ്. അച്ഛന്മാർക്കും ആകാം, അമ്മമാർക്ക് മാത്രമേ, അച്ഛന്മാർക്കും ആകാം. ഇങ്ങനെ ബലം പിടിച്ചിരുന്നാൽ വല്ല അറ്റാക്കും വന്ന് തട്ടിപ്പോത്തേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊടുത്തേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കാം, നമ്മുടെ മേഴ്സി കൊച്ചമ്മ, റൈനി കൊച്ചമ്മ, നമ്മുടെ റൈനി ടീച്ചർ, നമ്മുടെ മക്കൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഉള്ളിലൊരു പേടിയുണ്ടല്ലേ? ഇപ്പം ഞങ്ങളുടെ മോൻ ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ, ഞങ്ങളുടെ മോൻ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തീരുന്നോടെ പറയാം, അയ്യോ എങ്ങനെയാവോ ഒരു ആന്തലുണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ ഇങ്ങനെ തലയാട്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ തലയാട്ട്. ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കുഞ്ഞും ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഈ കൊച്ചമ്മമാരുടെ ഉള്ളിൽ എന്തുമാത്രം ആന്തലുണ്ടാവും? നിങ്ങൾ സത്യത്തിൽ ഇവർ പെർഫോം ചെയ്യുമ്പോൾ ഇവരുടെ മുഖം നോക്കണേ. തെറ്റല്ലേ, ശരിയാണ് വലിയ പ്രാർത്ഥനയുണ്ട്. അത് ഈ മേഴ്സി കൊച്ചമ്മ, എൻ്റെ ടീം, അവിടെ മുഴുവൻ ചേച്ചിമാർ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൂടെ അർഹമായ ഒരു കയ്യടി ഒന്ന് വേഗം നൽകിക്കേ. എൻ്റെ മകൻ 2 വർഷമായിട്ട് ഇവിടെയുണ്ട്. ആദ്യം പ്രസംഗിച്ചില്ലേ, അത് അവന് ആദ്യമായിട്ട് സ്റ്റേജിലെ പെർഫോമൻസ് ഫാൻസി ഡ്രസ്സ് ചെയ്ത വേഷം പട്ടാളക്കാരനാകുക എന്നുള്ളത് അവൻ്റെ തീരുമാനമായിരുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ഇവാൻ അതിന് മുമ്പത്തെ വർഷം പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്തവണ പട്ടാളക്കാരനാകേണ്ടത്. അങ്ങനെ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് 1.5 ആഴ്ച എടുത്ത് ട്രെയിൻ ചെയ്യിച്ചു. നമ്മുടെ റഹ്മാന്റെ വന്ദേ മാതരം മ്യൂസിക് ഇട്ട് നടത്തിച്ച് വീട്ടിൽ കൂടെ എപ്പോൾ നോക്കിയാലും പരേഡ, സല്യൂട്ട് അടിക്കുന്നു, വന്ദേ മാതരം ജയ് ഹിന്ദൊക്കെ പറഞ്ഞ് തകർത്ത് റെഡിയായി ഈ സ്റ്റേജിൽ വന്ന്. അപ്പോൾ കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ ക്യാമറയും പിടിച്ച് ഷൂട്ട് ചെയ്യാൻ നിൽപ്പുണ്ട്. വൈറലാക്കേണ്ട വീഡിയോ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവര് പാകിസ്ഥാൻ വിട്ട് റോക്കറ്റ് പോലെ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കുണുങ്ങി പോയിട്ട് അവിടെ ഒറ്റ നിപ്പ, സല്യൂട്ട് പോലും അടിച്ചില്ല. അവസാനം നമ്മുടെ ലൈൻ ടീച്ചർ വന്നിട്ട് സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇടത് കഴിഞ്ഞ ഒറ്റ സല്യൂട്ട് അടിയും പരിപാടി കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പോയി നോക്കിക്കോ.
എനിക്ക് അവിടെ നിന്നിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് വരാം. ഞാനിങ്ങനെ നിധിയെ കലിപ്പിച്ചിങ്ങനെ നോക്കി, എന്നതാ മടിപ്പിച്ച് വിട്ടേക്കുന്നത്. അപ്പൊ രേണു അവിടുന്ന് സാരയില്ല, ഇതൊക്കെ ഉള്ള സാരയില്ല, വിഷമിക്കണ്ടെന്ന് കാണിച്ചു. ഉച്ച കഴിഞ്ഞ് ഫാഷൻ ഷോയ്ക്ക് തകർക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫാഷൻ ഷോയ്ക്ക് ആള് നല്ല രീതിയിലൊക്കെ ഒരുങ്ങി വന്ന്, പക്ഷെ ഈ ആൾക്കാരെ കാണുമ്പോൾ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാന്നുള്ള അവസ്ഥയില്ലേ, പുള്ളി മൊത്തത്തിലൊന്ന് പേടിച്ചിട്ട് അതിനെതിരെ നടന്ന് ഒരുവിധം ഒപ്പിച്ച് വിറച്ചൊരു സൈഡിൽ പോയി നിന്നു. എനിക്ക് സത്യം പറയാം, കാര്യം ശരി, നമ്മളിങ്ങനെ ട്രെയിനറാണ്, ഇത്രയധികം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിലെ രക്ഷകർത്താവ് അപ്പോൾ ഉണർന്നു. എനിക്ക് ഭയങ്കര നിരാശയും ആ നിരാശ മുഴുവൻ ഞാൻ പ്രകടിപ്പിച്ചത് ഭാര്യയുടെ അടുത്താണ്. കെട്ടിയന്മാർ അങ്ങനെയാണല്ലോ, കൊച്ചിന് തെറ്റ് പറ്റിയാൽ അത് കെട്ടിയുള്ള കുറ്റം, കൊച്ചിന് നല്ലതുണ്ടായാൽ നമ്മുടെ മിടുക്ക്. അപ്പൊ അങ്ങനെ അത് ഞാൻ അവിടെ പറഞ്ഞിട്ട്, ഞാൻ അന്ന് വൈകിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത്. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, എൻ്റെ ഡിറ്റോയാണ് ഇവൻ. ഇത് തന്നെയാണ് ഞാനും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഈ 3000 വേദിയിൽ സ്റ്റേജിൽ കയറിയാലും പ്രസംഗിക്കാൻ ഞാൻ ഓക്കെയാ, പക്ഷെ ഒന്ന് അഭിനയിക്കാനോ ഒന്ന് അനങ്ങാൻ നിൽക്കാനോ ഒന്ന് പോസ് ചെയ്യാനോ പറഞ്ഞ് എനിക്ക് ചമ്മല. ടാങ്കിലുള്ളതല്ലേ ടാപ്പി വരത്തുള്ളൂ, അല്ലേ? ടാങ്ക് എന്നിലുള്ളതാണല്ലേ അവ വരത്തുള്ളൂ. പിന്നെ ഞാനിതിനകത്ത് വിഷമിക്കുന്നത്, അന്ന് ഞാൻ അടുത്ത് വിഷമിക്കേണ്ട, ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, ഇത്തവണ കൂടെ ചെക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം, അതിന് മുമ്പത്തെ വർഷം ഇവനെ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു ആനുവൽ ഡേയുടെ സമയത്ത് ഇതിനെ കൊണ്ട് ഇരുത്തിയായിരുന്നു. അന്ന് ആനുവൽ ഡേക്ക് വന്നപ്പോൾ ഇവിടെ ഏറ്റവും അധികം കലിപ്പുണ്ടാക്കിയത് അവനാ. അന്ന് എനിക്കൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നൊരു പള്ളിയിലച്ഛനാ. അച്ഛൻ സ്റ്റേജിൽ കയറിപ്പോൾ അവിടുന്ന് ചെരുപ്പ് വലിച്ചെറിഞ്ഞവൻ അവൻ. അത്രയും കലിപ്പുണ്ടാക്കിയ അവന് അറ്റ്ലീസ്റ്റ് സ്റ്റേജിൽ കയറിയല്ലോ. പച്ചമ്മ പറഞ്ഞു, അവൻ ഇത്രയും സ്റ്റേജിൽ കയറിയല്ലോ, ധൈര്യം കാണിച്ചില്ല, ഒരു മടിയും കൂടാതെ 2 തവണ കയറിയല്ലോ. അപ്പോൾ ഒരു പ്രോഗ്രസ് അല്ലേ? ആ പ്രോഗ്രസ് ചിന്തിച്ച് സമാധാനത്തിൽ കിടന്നു തുടങ്ങി. ഈ വർഷം കൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വർഷത്തെ എൻ്റെ മകൻ്റെ ഫാൻസി ഡ്രസ്സ് നിങ്ങളാരും മറക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേറെ ഒന്നുമല്ല, അവൻ്റെ വേഷം ഓർക്കുന്നുണ്ടോ? കടുവയായിരുന്നു, കടുവ. കടുവ ആയിട്ട് ഒരാഴ്ചത്തെ ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾ. മൃഗശാല കൊണ്ട് ട്രെയിനിങ് കൊടുത്താൽ അത്രയും ഭംഗിയായിട്ട് എടുക്കത്തില്ല, അതുപോലത്തെ ട്രെയിനിങ് കൊടുത്ത് മുരുക മുരുക പുലിമുരുക എന്നുള്ള മോഹൻലാലിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ട് ട്രെയിൻ ചെയ്യിച്ച്, നിങ്ങളെ വീട്ടിൽ കിടന്നവൻ ട്രെയിൻ ചെയ്ത് കാണാം. കട്ടിലേന്ന് ചാടുന്നു, ചാടി മറിയുന്നു, ഉയർന്നു, തലപൊക്കുന്നു, ചിഹ്നം വിളിക്കുന്ന പോലെ കാണിക്കുന്നു, ഈ ഗർജിച്ചിട്ട് കൈ പൊക്കത്തില്ല, എല്ലാം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ഈ സ്റ്റേജേ വന്നു. ചെസ്റ്റ് നമ്പർ വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കടുവ എത്ര കാലിൽ നടക്കണ്ടേ? എത്ര കാലിലാണ് സാധാരണ നടക്കണ്ടേ? എൻ്റെ മകൻ 2 കാലിൽ, അതും പോകുന്ന കാണാം, ഒരുമാതിരി റേഷൻ കട മണ്ണെണ്ണം മേടിക്കാൻ പോകുന്ന പോലെ കടുവ ഇങ്ങനെ നടന്നു പോയിട്ട് നേരെ അവിടെ ചെന്നിട്ട് ഐ ആം ടൈഗർ ഒരു സാധനം വെച്ചിട്ടെങ്കിൽ പോകുന്നു. കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നീ എന്നാണ് 2 കാലം നടന്നേ? എനിക്ക് മുമ്പിൽ നടന്നവരെല്ലാം 2 കാലല്ലേ നടന്നേ, അപ്പം ഞാനും 2 നടക്കണ്ടേ? വൈകുന്നേരത്തെ ഫാഷൻ ഷോയുടെ അവസ്ഥയും ഏകദേശം ഇങ്ങനെ തന്നെ. ഇതിൻ്റെ അർത്ഥം ഞങ്ങളുടെ മോന് കഴിവില്ല എന്നാണോ? അല്ല, അവൻ്റെ മേഖല അതല്ല എന്നുള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്, കുട്ടികളുടെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റിയ മാർഗ്ഗം. ഞാൻ അവൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും അധികം അവൻ്റെ ബുദ്ധി ലിംഗ്വിസ്റ്റിക്കാണ്, ഭാഷ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുണ്ടവൻ. 2, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് വളരെ ഹയറാണ്. മനുഷ്യരെ സ്നേഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാ പണിയും നന്നായിട്ട് ചെയ്യും. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ വെപ്പുകാൽ എടുത്തുകൊണ്ട് വരുന്ന എൻ്റെ മോനാണ്. എനിക്ക് വെപ്പ് കൈ ഫിക്സ് ചെയ്ത് തരുന്ന എൻ്റെ മോനാണ്. എൻ്റെ കാലിനൊരു അലർജി വരുമ്പോൾ, പുറത്ത് എന്തെങ്കിലും ചൂടുകൂരോ കാര്യം വരുമ്പോൾ, അച്ഛാ ഞാൻ പൗഡർ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഓടി വന്ന് പൗഡർ ഇട്ട് തന്നവനാണ്. എന്തിനേറെ പറയുന്നു, തിരക്കിലാണെങ്കിൽ എനിക്ക് ഭക്ഷണം വരെ വാരിത്തരുന്ന സ്നേഹമുള്ളൊരു മകനാവൻ. നിങ്ങളുടെയൊക്കെ മക്കളെ നോക്കിയാൽ അത്തരത്തിലുള്ള ചില കഴിവുകൾ മുമ്പിൽ കാണും. അതിൻ്റെ പേരിൽ നമുക്കത് ഇവിടുത്തെ കുറവല്ല, നമുക്കിവിടെ പരിമിതി കാരണം 2 മത്സരമാണ് മെയിനായിട്ടല്ല നടത്താൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ പേരിൽ നിങ്ങളുടെ കൊച്ചിന് കഴിവില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്കൂൾ സിസ്റ്റവും കാര്യങ്ങളും ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, മാത്സും ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവ്, ലിംഗ്വിസ്റ്റിക് സ്കില്ലുമുള്ളവരെയാണ് മുമ്പോട്ട് കൊണ്ടുവരത്തുള്ളൂ. സ്നേഹിക്കാൻ കഴിവുള്ളവരെയും കലാപരമായി അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനുള്ള വേദി ഒരുങ്ങാറില്ല. അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുഞ്ഞിന് കഴിവില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്, തല്ലിപ്പഴിപ്പിക്കാൻ നോക്കരുത്. അവൻ അവൻ്റെതായ രീതിയിൽ വളർന്നോട്ടെ, അവൾ അവളുടേതായ രീതിയിൽ വളരട്ടെ. വളർത്താൻ നമ്മൾ നോക്കണ്ട, വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മതി. അവർ ഈ നാട്ടിൽ അത്ഭുതങ്ങളായി മാറും, ഒരു സംശയവും വേണ്ട. അതിന് വേണ്ടത് അടിത്തറയാണ്. ആ അടിത്തറ ഏറ്റവും ഭംഗിയായി ഇവിടുന്ന് കൊച്ചവന്മാർ ഒരുക്കി തരുന്നു. ഒരു കാരണവശാലും മക്കളുടെ കുറവിൽ വിഷമിക്കരുത്, തിരിച്ച് ഭർത്താവിൻ്റെ കുറവിൽ ഭാര്യമാരും വിഷമിക്കേണ്ട.
അവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ പേര് ഹഗ് ഇന്റർനാഷണൽ. ഹഗ് കെട്ടിപ്പിടിക്കുക, ഹഗ്, HUG, H ഫോർ ഹോപ്പ്, U ഫോർ യുണീക്നെസ്, G ഫോർ ഗ്രോ പർപ്പസ്ഫുള്ളി. യുണീക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് കഴിവുണ്ട്. ആ കഴിവിൽ വളരാൻ നോക്കുക. അതിൽ വളരാത്തൊരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറയും, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ മൈഗ്രേറ്റ് ചെയ്യുന്ന ജില്ലകളിലൊന്നും ഇപ്പോൾ കോട്ടയായി. പത്തനംതിട്ട കഴിഞ്ഞാൽ തൊട്ട് പുറകെ കോട്ടയാണ്. അതിലേറ്റവും കൂടുതൽ പിള്ളേർ പോകുന്ന സ്ഥലം പുതുപ്പള്ളിയാണ്. ഒന്ന് കഴിഞ്ഞ ഇലക്ഷൻ നോക്കിയാൽ മതി, പിള്ളേർ പോയതിൻ്റെ എണ്ണം കാണാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മക്കളോട് ചോദിക്കുക, +2 കഴിയുമ്പോൾ പഠിക്കാൻ എന്താണെന്ന് ചോദിക്കുക. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനമുണ്ട്. ആങ്കൊച്ചാണെങ്കിൽ എഞ്ചിനീയറിങ്, പെങ്കൊച്ചാണെങ്കിൽ നേഴ്സിങ്. ഇത് കോട്ടയത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആ യുണീക്നെസ്സിനൊക്കെ നമ്മൾ പുറത്തു തള്ളൂ. ചേർത്ത് പിടിക്കണം മക്കളെ, അവരുടെ കഴിവ് കണ്ടുപിടിക്കണം, അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കണം. അതിനുള്ള അടിത്തറ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് മുമ്പോട്ട് രസകരമായി കൊണ്ടുപോകാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ കുറച്ച് സപ്പോർട്ടൊക്കെ നൽകാവുന്ന സമയങ്ങളിൽ നൽകാമെന്നും വാക്ക് നൽകിക്കൊണ്ട് കൊച്ചമ്മ പറഞ്ഞത് ഈ വർഷം കൊണ്ട് നിർത്താൻ പോവുക, 80 വയസ്സായി റിട്ടയർ ആകാൻ പോവുക എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും കൊച്ചമ്മയെ റിട്ടയർ ചെയ്യാൻ ഞങ്ങൾ ഉറക്കപ്പറ കൊച്ചമ്മേ, മേഴ്സി കൊച്ചമ്മേ, ഒരു കാരണവശാലും കൊച്ചമ്മയെ റിട്ടയർ ആകാൻ ഞങ്ങൾ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രകാശം നൽകിയിട്ടുള്ള, നമ്മുടെ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ള ദൈവികമായിട്ടൊരു കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് കൊച്ചമ്മയും കൂട്ടരും. അവർക്ക് എല്ലാവർക്കും കൂടുതൽ ആരോഗ്യം ദൈവം നൽകട്ടെ, നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു 49ാമത്തെ ആനിവേഴ്സറിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.